നൂറ്റാണ്ടിന്റെ പൗരാണികതയും വിശ്വാസപ്പെരുമയും പേറുന്ന അപൂർവമായ പാസ്കൽ രൂപം ദുഃഖവെള്ളിയാഴ്ചയിലെ പീഡാനുഭവ സ്മരണകൾ ഉണർത്തി തെക്കേ ചെല്ലാനം സെന്റ് ജോർജ് പള്ളിയിൽ പൊതുവണക്കത്തിനായി ഒരുങ്ങുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് വിശ്വാസികൾ തങ്ങളുടെ വിയർപ്പൊഴുക്കി നിർമ്മിച്ചെടുത്ത സന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്ന ഈ അത്ഭുത രൂപം ഇന്നും ഇടവകക്കാർ ഭക്തിപൂർവ്വം കാത്തുസൂക്ഷിക്കുന്ന പൈതൃകമാണ്. നഗരി കാണിക്കലിനും കുരിശിന്റെ വഴിക്കുമായി നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്നതോടെ ചെല്ലാനം തീരം ഇന്ന് പ്രാർത്ഥനാ സാന്ദ്രമാകും. കടലിരമ്പുന്ന തീരദേശത്തിന്റെ വിശ്വാസ പെരുമയിൽ തെക്കേ ചെല്ലാനം സെന്റ് ജോർജ് പള്ളിയിൽ പീഡാനുഭവ തിരുക്കർമ്മങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ഒരു നൂറ്റാണ്ട് മുൻപ് അന്നത്തെ വിശ്വാസികൾ തങ്ങളുടെ വിയർപ്പൊഴുക്കി പിടിയരിയും കാർഷിക ഉൽപ്പന്നങ്ങളും സംഭാവന നൽകി നിർമ്മിച്ചെടുത്ത അത്ഭുതകരമായ പാസ്കൽ രൂപമാണ് ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രധാന ആകർഷണം. പള്ളിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള പൗരാണിക തനിമയാർന്ന ഈ രൂപം ഇന്നും ഇടവകക്കാർ ആദരപൂർവ്വം സൂക്ഷിച്ചു പോരുന്നു. സന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ രൂപത്തിന്റെ കഴുത്തും തോൾഭാഗവും കൈകാലുകളും ചലിപ്പിക്കാൻ സാധിക്കുമെന്നത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. വർഷങ്ങൾക്ക് മുൻപ് കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലെയും അനുഭവം ഈ രൂപത്തിലൂടെ തന്നെ ചിത്രീകരിക്കാൻ കഴിഞ്ഞിരുന്നു. പിൽക്കാലത്ത് സഭയുടെ നിർദ്ദേശാനുസരണം ഇപ്പോൾ ദുഃഖവെള്ളിയാഴ്ച നഗരി കാണിക്കലിനും പൊതുവണക്കത്തിനുമായി മാത്രമാണ് ഇത് പുറത്തെടുക്കുന്നത്. പൂക്കൾ അണിയിച്ചും സുഗന്ധദ്രവ്യങ്ങൾ പൂശിയും രൂപമൊരുക്കുന്നതിന് ഇടവകാംഗങ്ങളായ കാക്കച്ചൻ പാല്യാതയിൽ, പയസ് ഹോപ്കിൻസ് തുരുത്തേൽ, ആന്റണി പറയക്കാട്ടിൽ, ജെയിംസ് ചിറമേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുൻകൈയെടുക്കുന്നത്. 1970 കാലഘട്ടത്തിലാണ് അൽത്താര ശുശ്രൂഷകനായി ഞാൻ സെന്റ് ജോർജ് പള്ളിയിൽ വന്നു തുടങ്ങിയത്. അന്നു മുതൽ മിക്കവാറും മുടങ്ങാതെ തന്നെ ഏകദേശം 50 കൊല്ലം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കർത്താവിൻ്റെ രൂപം ഒരുക്കുന്നതിൽ ഞാൻ വന്നുകൊണ്ടിരുന്നു. എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് അത് വലിയ ഒരു അനുഗ്രഹത്തിന്റെ പാതയായി തന്നെ തോന്നുന്നു. വികാരി ഫാദർ സാംസൺ ആനിലപ്പറമ്പിൽ, കൈക്കാരന്മാരായ ജോൺ പോൾ ആലുംപറമ്പിൽ, ബിഷി ആറാട്ടുകുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലാണ് പീഡാനുഭവ വാരാചരണം നടക്കുന്നത്. ഈ പുരാതന യേശു രൂപത്തെ വണങ്ങാനും കുരിശിന്റെ വഴിയിലും ദീപകാഴ്ചയിലും പങ്കുചേരാനും നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ പള്ളിയിലെത്തും. ഇതിനോടനുബന്ധിച്ച് ലിയോ ഗ്രൂപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ജോർജ് പി ജോസഫിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾക്കായി നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ രൂപം കൊണ്ടിട്ട് ഏകദേശം 181 വർഷം പിന്നിടുകയാണ്. വളരെ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ സജീവമായ സാന്നിധ്യമായിട്ട് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഇടവകയാണ് ഒരു വിശ്വാസ സമൂഹം ഇവിടെയുണ്ട്. മിഴികൾ പോലും ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ശില്പികൾ ഇത് രൂപകൽപ്പന ചെയ്തത്. ശരിക്കും അത് പ്രദർശിപ്പിക്കുമ്പോഴേക്കും ആ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമൊക്കെ ഭയങ്കരമായൊരു അനുഭവമായിരുന്നു, വിശ്വാസത്തിൻ്റെ ആഴമായിരുന്നു. എല്ലാ വിശുദ്ധവാര ദിവസങ്ങളിലും ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി കഴിഞ്ഞിട്ട് കബറടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രദർശിക്കുന്ന ഒരു പാസ്ക രൂപം എന്ന രീതിയിൽ തന്നെയാണ് അത് അലങ്കരിച്ച് വെക്കുന്നത്. അതിൻ്റെ ആ ഒരു പ്രദക്ഷിണ വേദിയിൽ ഒത്തിരിയേറെ പേര് മരമടികളുമായിട്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ സമൂഹങ്ങളൊക്കെ മരമടികളുമായിട്ട് അതിനെ അനുധാവനം ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്ന ഒരു അനുഭവമാണ് ഈ ഒരു രൂപമായിട്ടുള്ള പ്രദക്ഷിണം. ഇന്നും ഈ ഒരു തിരുസ്വരൂപം ഒത്തിരിയേറെ പേർക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചമായിട്ട് മാറുന്നുണ്ട്, ഒത്തിരിയേറെ പേർക്ക് വിശ്വാസത്തിൻ്റെ ആഴമായിട്ട് മാറുന്നുണ്ട്. ഈ ദിനങ്ങളിൽ നടക്കുന്ന ഈ ഒരു തിരുക്കർമ്മങ്ങളിൽ എല്ലാവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരുന്നാൾ പ്രമാണിച്ച് നല്ല വമ്പൻ കളക്ഷൻസ് ആണ് സോൾട്ട് വന്നിട്ടുള്ളത്. 100 രൂപയ്ക്ക് കുട്ടികളുടെ പാൻസ്, 999 രൂപയ്ക്ക് 3 ജീൻസുകൾ. ഇനി പെരുന്നാൾ കളറാവും. കൊച്ചി ചുള്ളിക്കലിലെ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിലെ ദ സോൾട്ട് ഫാഷൻ.